ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു 10 വലിയ ചക്കച്ചുള ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 10 ചക്കക്കുരുവും കൂടി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ചക്കക്കുരു ഇതുപോലെ റൗണ്ടിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടാം. ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതിന് സാധാരണയായി നല്ല മൂത്ത ചക്കയാണ് ഉപയോഗിക്കുന്നത്. ചക്കക്കുരു കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിക്കുന്നതാണ് നല്ലത്. ചക്കച്ചുളയും ചക്കക്കുരുവും ഞാനിവിടെ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത തുവരപ്പരിപ്പിലേക്ക് കഴുകി മുറിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. സാധാരണ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചക്ക എരിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. വളരെ നൈസായി അരക്കരുത്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചക്ക എരിശ്ശേരി നന്നായി തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്ക എരിശ്ശേരി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് വേണം തിളപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ വറുക്കുന്നത്. ഇത് കണ്ണൂർ സ്റ്റൈലിലുള്ള ചക്ക എരിശ്ശേരിയാണ്. തേങ്ങ ലൈറ്റ് ബ്രൗൺ കളറായി നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങ വറുത്തത് നമുക്ക് ചക്ക എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രുചിയുള്ള ഒരു ചക്ക എരിശ്ശേരിയാണ്. പലരും പല രീതിയിലാണ് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you for watching.